പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഈ പ്രഭാതവിരുന്ന് പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നൽകിയ എല്ലാ കൃപകളും ഓർത്തുകൊണ്ട് നന്ദി പറയാം. സർവ്വസൃഷ്ടികളും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു നല്ല മുഹൂർത്തം. നമുക്കും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പരിശ്രമിക്കാം, നന്ദി പറയുവാനായിട്ട് പരിശ്രമിക്കാം. സർവ്വസൃഷ്ടികളും ഇപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു നല്ല സമയം. ഒന്ന് കാതോർക്കുകയാണെങ്കിൽ പക്ഷികളുടെയും മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും ഒക്കെ സ്വരം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. അവരൊക്കെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സമയമാണ്. ഒരു പുതിയ ഉണർവോടുകൂടി, ഒരു പുതിയ ശക്തിയോടുകൂടി, ഒരു ദിവസം കൂടി, ഒരു ജീവിതം കൂടി ലഭിച്ചല്ലോ എന്ന ആത്മാർത്ഥമായിട്ടുള്ള നന്ദിയോടുകൂടി അവർ ദൈവത്തെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കും ആ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പരിശ്രമിക്കാം. കഴിഞ്ഞ രാത്രിയിലെ, കഴിഞ്ഞ ദിവസത്തെ ഒറ്റ ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി ഒരു പുതിയ സംരംഭമാണ്, ഒരു പുതിയ തുടക്കമാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ നടത്തുക. അതൊരു പുതിയ ജീവനോടെ, പുതിയ ഒരു വഴിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ആ നല്ല ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ചിന്തകളെയെല്ലാം, നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രഭാതവിരുന്ന് ശുശ്രൂഷയുടെ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയെ നീ എന്നും ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അമ്മ എന്നും മറ്റുള്ളവർക്ക് സഹായം നൽകുന്ന അമ്മയാണ്. കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന അമ്മയാണ്. കൂട്ടായ്മയിലൂടെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുന്ന അമ്മയാണ്. നമുക്ക് അമ്മയുടെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഇന്നത്തെ ഈ ശുശ്രൂഷയെയും തുടർന്നുള്ള ദിവസത്തെയും സമർപ്പിച്ചുകൊണ്ട് പരിസമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. ഇന്നത്തെ ഈ പ്രഭാത വിരുന്ന് ശുശ്രൂഷയിൽ നമുക്കൊരു നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് യുദ്ധക്കെടുതിയിൽ വേദന അനുഭവിക്കുന്ന എല്ലാ വ്യക്തികളെയും നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഗൾഫ് കൺട്രീസിലോ മറ്റു വിദേശത്തോ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളുണ്ട്. കുടുംബത്തിന് വേണ്ടി സ്വന്തം ജീവിതങ്ങളെ പടുത്തുയർത്തുവാനായിട്ടൊക്കെ അധ്വാനിക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവം ഓരോരുത്തരെയും അവരെ അനുഗ്രഹിക്കട്ടെ, സംരക്ഷണം നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി നമുക്കൊന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളെ നയിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാണ് വചനം നൽകുന്നതും പരിശുദ്ധാത്മാവാണ് വചനത്തിൽ ജീവിക്കുവാനായിട്ട് നമ്മളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വചനത്തിൽ ജീവിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം അനിവാര്യമാണ്. നമുക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിന് വേണ്ടി നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. തൂമഞ്ഞിൽ വിടരും
പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 24-ാമത്തെ തിരുവചനം ഇങ്ങനെ നമ്മളോട് പറയുന്നുണ്ട്: സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നന്മ ചെയ്യുന്നതിനും എങ്ങനെ പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുമെന്നതിനെ പറ്റി പര്യാലോചിക്കാം. സ്നേഹത്തോടെ ജീവിക്കാൻ, നന്മ ചെയ്ത് ജീവിക്കാൻ, അതും പരസ്പരം ചിന്തിച്ചുകൊണ്ട് പരസ്പരം അതെങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ച് പര്യാലോചിക്കാമെന്നാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെ ഒരു കാര്യം മാത്രമല്ല പറയുന്നത്. നന്മ ചെയ്യണമെങ്കിൽ ഒരു വ്യക്തിക്ക് അവനിൽ തന്നെ ചെയ്യുന്ന ഒരു നന്മയല്ല അത് നന്മ എന്ന് പറയുന്നത്. എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ നന്മയാണെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. അത് എനിക്ക് വേണ്ടി ചെയ്യുന്ന എൻ്റെ സ്വാർത്ഥതയാണെന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ പറയുന്നത് പരസ്പരം ആലോചിച്ചുകൊണ്ട് എങ്ങനെയാണ് ജീവിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അവിടെ സ്നേഹത്തോടെ ജീവിക്കാനായിട്ട്, സ്നേഹം കൊടുത്താലേ സ്നേഹം മേടിക്കാനായിട്ട് ഒരു വ്യക്തി ഉണ്ടാണ്. കൊടുക്കണം പറ്റണം, വാങ്ങാൻ പറ്റണം. സ്നേഹം പരസ്പരം കൊടുക്കാനും വാങ്ങലും ചേരുന്നതാണ് ഒരു സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹത്തോടെ ജീവിക്കാനായിട്ട് പറ്റണം. ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹത്തോടെ ജീവിക്കുന്നു, കുടുംബത്തിലെ അംഗങ്ങൾ സ്നേഹത്തോടെ ജീവിക്കുന്നു, സമൂഹത്തിലായിരിക്കുന്നവർ സ്നേഹത്തോടെ ജീവിക്കുന്നു. അവിടെ കൊടുക്കലുണ്ട്, വാങ്ങലുണ്ട്. സ്നേഹം കൊടുക്കാനായിട്ട് സാധിക്കുന്നു, സ്നേഹം വാങ്ങാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ കൊടുക്കലും വാങ്ങലുമാണ് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ വാങ്ങാൻ മാത്രം ആഗ്രഹിക്കുന്നവരാണ്. ഈ വാങ്ങലാണ് പലപ്പോഴും ഇഷ്ടപ്പെടാത്തത് എന്നാണ് പറയുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ നിന്ന് വാങ്ങുകയാണ് പലപ്പോഴും ചെയ്യുക. ദൈവത്തിൻ്റെ അഭിഷേകം അല്ലെങ്കിൽ അനുഗ്രഹം വാങ്ങാൻ മാത്രമേ നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരാറുള്ളൂ, അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ നമ്മൾ കരുതി വെച്ചിരിക്കുന്നത്? പള്ളി പോകുന്നത് എന്തിനാ? എൻ്റെ കാര്യം നിറവേറ്റാനായിട്ട്. ഞാൻ എൻ്റെ തമ്പുരാനോട് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിലെ കടബാധ്യത മാറണം, അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് അത് വാങ്ങിയെടുക്കാൻ, എൻ്റെ മക്കളുടെ പഠനം നടക്കണം, ജോലി വേണം, കല്യാണം നടക്കണം, മക്കളുണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആവശ്യപ്പെടുക മാത്രമേ ഉള്ളൂ. അത് വാങ്ങിയെടുത്ത് വരികയാണ്. അവിടെ ദൈവാലയത്തിൽ ചെല്ലുന്നത് എന്തിനാ? ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് എന്താ ചെല്ലണേ? ഇത് വാങ്ങാനായിട്ട് ചെല്ലുന്നത്. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെയാണ് നമ്മൾ കാണുന്നത്. വാങ്ങൽ മാത്രം. ദൈവത്തിൻ്റെ ആലയം വാങ്ങാനുള്ളതല്ല, മറിച്ച് കൊടുക്കാനുള്ളതാണ്. ദൈവത്തിലേക്ക് നമ്മെ തന്നെ കൊടുക്കാനാണ്. ദൈവം ഓൾറെഡി നമുക്ക് തന്നു കഴിഞ്ഞതാ, നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞതാ, എല്ലാം ചേർത്ത് വെച്ച് കഴിഞ്ഞതാ. നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താ? ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ഇനി കൊടുക്കാനായിട്ടുള്ളത്, എൻ്റെ ജീവിതം കൊടുക്കാനായിട്ട്, എനിക്ക് എൻ്റെ ആരാധന, സ്തുതി, മഹത്വം ഇതൊക്കെ കൊടുക്കുവാനായിട്ടുള്ളതാണ്. ആ ദേവാലയത്തിലേക്ക് നമ്മളൊന്ന് ചെന്ന് കൊടുക്കാനായിട്ടൊന്ന് പരിശ്രമിച്ച് നോക്കിയേ. അവിടെയാണ് സ്നേഹത്തിൻ്റെ ബന്ധം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഭാര്യ എന്തിനാ? ഭാര്യ പലപ്പോഴും ഭർത്താവിൻ്റെ സുഖ ദുഃഖങ്ങളെ കണ്ടറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാനായിട്ടുള്ളതാണ് ഭാര്യ എന്ന് ഭർത്താക്കന്മാർ ചിന്തിച്ചു വെച്ചിരിക്കുക. ഭർത്താക്കന്മാർ ചിന്തിക്കുന്നതോ, അല്ലെ ഭാര്യമാർ ചിന്തിക്കുന്നതോ, ഭർത്താക്കന്മാർ എൻ്റെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കൊക്കെ ചേർന്ന് നിന്ന് എൻ്റെ ആവശ്യങ്ങളൊക്കെ നടത്തി തരാനായിട്ടുള്ള ഒരു വ്യക്തി. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഭർത്താവ് ആഗ്രഹിക്കുകയാണ് ഭാര്യയോട് ബെഡ് കോഫി കൊണ്ടുപോവാ, അതില്ലേ ഭക്ഷണം കൊണ്ടുപോവാ, എല്ലാം ഡ്രസ്സെല്ലാം പ്രസ് ചെയ്ത് എല്ലാം റെഡിയാക്കി വയ്ക്കുക, ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് വയ്ക്കുക. അതിനുവേണ്ടി എൻ്റെ ഭാര്യയെ ഒരു സെർവൻ്റായിട്ട് നമ്മൾ കാണുന്നു. ഭർത്താവിനെയോ ഭാര്യ എങ്ങനെയാണ് കാണുന്നത്? എൻ്റെ ആഗ്രഹങ്ങൾ, എനിക്ക് നല്ല നല്ല ആഭരണങ്ങൾ വേണം, നല്ല ഡ്രസ്സ് വേണം, അതിന് ഭർത്താവ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിങ്ങനെ എനിക്ക് മേടിച്ച് കൂട്ടി വയ്ക്കുന്ന ഒരു സമ്പ്രദായം. ഇവിടെ അത് വാങ്ങലും കൊടുക്കലൊക്കെ എന്ന് പറയുന്നത് ഇവിടെ വാങ്ങൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ എന്താ ഉണ്ടാകുന്നത്? അവിടെ ഈ വാങ്ങൽ മാത്രം ഉള്ളതുകൊണ്ട് സ്നേഹം എന്നുള്ളത് ഇല്ല എന്നുള്ളതാണ്. സ്നേഹം വേണമെങ്കിൽ സ്നേഹം കൊടുക്കലും വാങ്ങലുമാണ്. അവിടെ സ്നേഹം കൊടുക്കാൻ, ആത്മാർത്ഥതയായിട്ടുള്ളൊരു സ്നേഹം കൊടുക്കാനായിട്ട്. നേരത്തെ കണ്ടതൊക്കെ സ്വാർത്ഥപരമായിട്ടുള്ള സ്നേഹമാണെന്നാണ് പറയുക. സ്വാർത്ഥത നിറഞ്ഞ സ്നേഹം. നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത് ആത്മാർത്ഥമായിട്ടുള്ള കൊടുക്കുന്ന സ്നേഹത്തെയാണ് നമ്മൾ കാണേണ്ടത്. കൊടുക്കലും വാങ്ങലുമായിട്ടുള്ളൊരു സ്നേഹം, അതാണ് യഥാർത്ഥ സ്നേഹത്തോടെ ജീവിക്കാനായിട്ട്. കുടുംബത്തിലായിക്കൊള്ളട്ടെ, സമൂഹത്തിലായിക്കൊള്ളട്ടെ, ജോലി സ്ഥലങ്ങളിലായിക്കൊള്ളട്ടെ, ഈ കൊടുക്കലും വാങ്ങലും ഉണ്ടാകണം. അതാണ് യഥാർത്ഥ സ്നേഹത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുക എന്ന് പറയുന്നത്.
ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുക. നന്മ സ്വീകരിക്കാനായിട്ടൊരു വ്യക്തി ഉണ്ടാകണം, നന്മ കൊടുക്കുവാനായിട്ടൊരു വ്യക്തി ഉണ്ടാകണം. ഈ നന്മ സ്വീകരിക്കാനായിട്ട് ഉള്ള വ്യക്തികൾക്ക് നമ്മൾ കൊടുക്കുമ്പോഴോ അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടല്ല നമ്മൾ കൊടുക്കേണ്ടത്. ഏതൊരു ദാനധർമ്മം ചെയ്യുമ്പോൾ അത് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി നമ്മൾ ദാനധർമ്മം ചെയ്യരുത്. മറിച്ച് അത് കൊടുത്തത് അവനായിട്ട് കൊടുത്തു. അവന് കൊടുക്കുന്ന നന്മ ചെയ്യാനായിട്ടുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണമെന്നുള്ളതാണ് പറയുന്നത്. മേടിക്കാൻ ഒത്തിരിയേറെ വ്യക്തികളുണ്ടാവും, നന്മ കിട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഒത്തിരി ഉണ്ടാവും. പക്ഷെ നമ്മൾ കൊടുക്കുവാനായിട്ട് നമ്മൾ മനസ്സുണ്ടാവണം. ആ നന്മ ചെയ്യുവാനായിട്ടും എന്താ ചെയ്യേണ്ടത്? പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതിനെ പറ്റി പര്യാലോചിക്കാനാണ് പറയുന്നത്. അതും പരസ്പരം പ്രോത്സാഹിപ്പിക്കണം. അവിടെ സ്നേഹം പരസ്പരം പ്രോത്സാഹിപ്പിക്കണം. നന്മ ചെയ്യുന്നതിൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കണം. പരസ്പരമാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. നമുക്ക് പലപ്പോഴും പറയും, ഞാൻ കൊടുത്തത് വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഇടത് കൈ കൊടുത്തത് വലത് കൈ അറിയാതെ ഇരിക്കട്ടെ, ആരോട് ഞാൻ പറയുന്നില്ല, എൻ്റെ ഭാര്യ പോലും ഞാൻ അറിയിക്കുന്നില്ല. അങ്ങനെ ഒരു ഒളിച്ചു വെച്ചിട്ടുള്ള ഒരു നന്മ പ്രവൃത്തികൾ നമുക്ക് വേണ്ട. നമ്മൾ ചെയ്യുന്നത് എല്ലാവരും അറിയണം. അത് പറഞ്ഞിട്ട് നമ്മൾ കൊട്ടിഘോഷിക്കാനോ ചാനലിൽ വരുത്താനോ ന്യൂസിൽ വരുത്താനോ എന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ പരസ്പരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. ഇവിടെ പറയുന്നത് പരസ്പരം പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് പറയുന്നത്. നന്മ ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ അവൻ ചെയ്യുന്ന നന്മ ഏതാണെന്ന് കണ്ടാലല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അവനെ പറ്റി കാണുമ്പോൾ, അവൻ ചെയ്യുന്ന നന്മകൾ കാണുമ്പോഴൊന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട്, അവൻ്റെ നന്മകൾ കാണാനായിട്ട് തയ്യാറാകണം. ചില വ്യക്തികളൊക്കെ ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒത്തിരിയേറെ നന്മ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പലപ്പോഴും എനിക്കറിയാവുന്നത് ഈ ഹോസ്പിറ്റലുകളിൽ ഭക്ഷണം കൊടുക്കുന്ന വ്യക്തികളുണ്ട്, ഹോസ്പിറ്റലിൽ സഹായിക്കാനായിട്ട് ചെന്ന് നിൽക്കുന്ന വ്യക്തികളുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം, ഒരു നേരത്തെ ഒരു ആശ്വാസം, അതൊക്കെ കൊടുക്കുന്ന ഒത്തിരിയേറെ വ്യക്തികളുണ്ട്. അവരൊക്കെ നന്മ ചെയ്യുന്ന വ്യക്തികളാണ്. അതിൽ അവരൊരു സോഷ്യൽ വർക്കേഴ്സ് എന്നുള്ള ഒരു മുദ്രണം അവർക്ക് പലപ്പോഴും നമ്മൾ കൊടുക്കാറുണ്ട്. അതിനേക്കാൾ ഉപരിയാണ് നന്മ ചെയ്യുക എന്നുള്ളത്. നന്മ ചെയ്യുക എന്നുള്ളത് ഓരോ വ്യക്തിയിലും ഉണ്ടാകേണ്ട ഒരവസ്ഥയാണത്. അത് കുറച്ച് സോഷ്യൽ വർക്കേഴ്സിനെ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതിലല്ല, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരെ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതിലല്ല, മറിച്ച് എല്ലാ വ്യക്തികളും ചെയ്യേണ്ട കടമയാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്, നന്മ ചെയ്യുക എന്നുള്ളത്. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്. ഞാൻ നിങ്ങളോട് നന്മ കാണിച്ചു, നിങ്ങൾ പരസ്പരം നന്മ കാണിക്കുക. അതെന്ത് നന്മയാണ്? ഒന്ന് സ്നേഹിച്ചു, ക്ഷമിച്ചു, സഹായിച്ചു, കരുണ കാണിച്ചു, നല്ല അയൽവാസിയായിട്ട് മാറി. ഇതുപോലെയുള്ള നന്മകളാണ് ചെയ്യുവാനായിട്ട് പറയുന്നത്. ഇതുപോലെയുള്ള നന്മകൾ നമ്മൾ ചെയ്യുവാനായിട്ട് സാധിക്കണം. ദൈവം അതുപോലെയുള്ള നന്മകളാണ് നമ്മളോട് ചെയ്യുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദൈവം അതുപോലെയുള്ള നന്മയാണ് നമ്മളോടും ചെയ്ത് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളും ഓരോരുത്തരും അതുപോലെ കാണിക്കുവാനായിട്ട് തയ്യാറാകണം, നന്മ കൊടുക്കുവാനായിട്ട് തയ്യാറാകണം, സ്നേഹിക്കുവാനായിട്ട് തയ്യാറാകണം. യേശു സ്നേഹിച്ച സ്നേഹം നമുക്കറിയാം. സാക്രിഫിഷ്യൽ ലവ്, കൊടുത്ത സ്നേഹം, തൻ്റെ ജീവിതം മുഴുവൻ കൊടുത്ത് അവരെ സ്നേഹിച്ചു എന്നുള്ളതാണ്. പാപത്തിൻ്റെ അടിമകളായിരുന്ന വ്യക്തികളെ ആ അടിമത്തത്തിൽ നിന്ന് സ്വന്തം രക്തം കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് വീണ്ടെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. മറ്റുള്ളവർ വീണ്ടെടുക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം, നന്മ ചെയ്തുകൊണ്ട്. ചിലപ്പോൾ ഒരു വാക്ക് മതിയെന്നേ, ഒരു പുഞ്ചിരി മതി. നന്മ എന്ന് പറയുന്നത് നമ്മൾ സാമ്പത്തികമായിട്ട് കുറേ ചെയ്യുക എന്നുള്ളതിലല്ല, മറിച്ച് ഒരു വാക്ക്, ആശ്വാസവാക്ക്, അല്ലെങ്കിൽ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക, അവൻ്റെ ഷോൾഡറിലൊന്ന് തട്ടിക്കൊണ്ട് ഒന്ന് പാറ്റ് ചെയ്തുകൊണ്ട് ഒന്ന് ഗുഡ് എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. പലപ്പോഴും ഞാൻ ഒരു കുഞ്ഞ് പട്ടിയെ വളർത്തുന്നൊരു വ്യക്തിയാണ്, കൊച്ചു പട്ടി, ചിവാവ. ഈ പട്ടിയോടൊക്കെ നമ്മൾ പട്ടി ശാസ്ത്രം പഠിച്ചവരൊക്കെ ആയിരിക്കാം കേട്ടോ. അവർ പറയുന്നത് എല്ലായ്പ്പോഴും പട്ടികളോട് ഗുഡ് എന്ന് പറയണമെന്നാണ് പറയണത്. എല്ലായ്പ്പോഴും പോസിറ്റീവ് പറയണമെന്നാണ് പറയണത് പട്ടികളോട്, അല്ലെങ്കിൽ അവന് വിഷമാവുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു മൃഗത്തോട് പോസിറ്റീവായിട്ട് പറഞ്ഞില്ലെങ്കിൽ അവന് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്, അവൻ പിടിച്ച് കമ്മാൻ സാധ്യതയുണ്ട്, കടിക്കാൻ സാധ്യതയുണ്ട്. അതിലേക്കാളേറെ എത്രയോ ശ്രേഷ്ഠമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പട്ടിയെയും പൂച്ചയെയും സ്നേഹിക്കുവാനായിട്ടല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്, മനുഷ്യനെ സ്നേഹിക്കുവാനായിട്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. സ്നേഹം എല്ലാവർക്കും കൊടുത്തു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമുക്ക് സ്നേഹിക്കാനായിട്ടുള്ള കടമയുണ്ട്. അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് മനുഷ്യനെ ഒന്ന് സ്നേഹിച്ചു നോക്കിയേ, മനുഷ്യനോടൊരു കരുണ കാണിച്ചു നോക്കിയേ, ഒരു സ്നേഹത്തോടൊരു നല്ല വാക്ക് പറഞ്ഞു നോക്കിയേ, ഒരു സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിച്ച് നോക്കിയേ, അത് മതി.
അവൻ്റെ ജീവിതം ധന്യമാകാനായിട്ട്. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ദിവസം നമുക്കൊന്ന് പരിശ്രമിക്കാം. ഒരു പുഞ്ചിരിയെങ്കിലും കൊടുക്കുവാനായിട്ട്. പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല അതിനൊന്നും. ആ ഒരു പുഞ്ചിരിയോടുകൂടി മറ്റുള്ളവരെ ഒന്ന് സ്നേഹിക്കാനായിട്ട്, നന്മ ചെയ്യുവാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്, നന്മ ചെയ്യുവാനായിട്ട്, സ്നേഹിക്കാനായിട്ട് വിളിച്ചിരിക്കുന്നു. മനുഷ്യനായിട്ട് സൃഷ്ടിച്ചത് അതിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം പൂർണ്ണമായിട്ടും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വലിയ സന്ദേശത്തെ ഓർത്തുകൊണ്ട് ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ഒരിക്കൽ കൂടി ആ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെന്നും അനുഗ്രഹിക്കുവാനായിട്ട് ഞങ്ങളുടെ കൂട്ടായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ ശക്തി ഞങ്ങളിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗീയ ആ വലിയ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. സ്വർഗീയ മാലാഖമാരുടെ സന്നിധിയിലേക്ക്, സ്വർഗീയ മാധ്യസ്ഥരുടെ സന്നിധിയിലേക്ക്, വിശുദ്ധരുടെ സന്നിധിയിലേക്ക് ഞങ്ങളെയും ചേർത്ത് വയ്ക്കുകയാണ്. യേശുവേ, ഞങ്ങൾ ഓരോരുത്തരും വിശുദ്ധരായി തീരുവാനായിട്ട്, മാലാഖമാരെ പോലെ ജീവിക്കുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു, ഒരു വലിയ കൃപ ഞങ്ങളിലേക്ക് നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ പേരിൻ്റെ കാരണബോധരായ വിശുദ്ധരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ മധ്യസ്ഥ ഞങ്ങൾ തേടുന്നു. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥൻ്റെ മാധ്യസ്ഥ ശക്തി ഞങ്ങൾ തേടുകയാണ്. ഞങ്ങളോട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വികാരിച്ചനെയും ഞങ്ങളുടെ ഇടവക സമൂഹത്തെയും ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തെയും അവിടെ വസിക്കുന്ന ഓരോ വ്യക്തികളെയും ഈ അവസരത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈശ്വശക്തിയായിട്ട് അഭിഷേകമായിട്ട് ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുവാനായിട്ട്, സ്നേഹത്തോടെ ജീവിക്കുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ, ബന്ധുമിത്രാദികളെ, ഗുരുജനങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങൾ ഇന്നുവരെ സഹായിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ പലപ്പോഴും ഒരു പുഞ്ചിരി വഴിയായിട്ടോ ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് വഴിയായിട്ടോ സഹായിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഈ അവസരത്തിൽ ഞങ്ങൾ ഓർക്കുന്ന അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശു, അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് യുദ്ധത്തിൻ്റെ കെടുതിയിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവെ, സുരക്ഷ അവർക്ക് നൽകണമേ. ഓരോ ജീവിതവും ഏറ്റവും വിലപ്പെട്ടതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. യുദ്ധത്തിൻ്റെ കെടുതിയിൽ നിന്ന് ഓരോ വ്യക്തികളെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു, ദൈവസ്നേഹം കൊണ്ട് അവർ ഓരോരുത്തരെയും നിറയ്ക്കണമേ. യുദ്ധം ഒഴിവാകുവാനായിട്ടുള്ള എല്ലാ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഭരണാധികാരികളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവെ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. നല്ല തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട്, സ്നേഹത്തോടെ ജീവിക്കുവാനായിട്ട് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു, ഒരിക്കൽ കൂടി ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുകയാണ്. ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളെയും, ഇന്നത്തെ പ്രവർത്തന മേഖലകളെയും, ഇന്നത്തെ എല്ലാ അവസ്ഥകളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു, എല്ലാവരുടെയും നിൻ്റെ വലിയ അരൂപി ഒന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അവരെയെല്ലാം ഓർത്തുകൊണ്ട് അവരെല്ലാം അനുഗ്രഹിച്ചു എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. മഹത്വം, മഹത്വം. യേശുവേ, നന്ദി, 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 നന്ദി. യേശുവേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ, ആരാധിക്കുന്നു, യേശുവേ, ആരാധിക്കുന്നു, യേശുവേ, ആരാധിക്കുന്നു. യേശുവേ, അഭിഷേകം കൊണ്ട് നിറയട്ടെ, അഭിഷേകം കൊണ്ട് നിറയട്ടെ, ശക്തി ആവരിക്കട്ടെ, അരുവി കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
അരികിലെത്തുമോ? കനലാകും നെഞ്ചിൽ തീയണയ്ക്കാനായി പ്രിയനേ യേശുനാഥ നീ അരികിലെത്തുമോ? ഹൃദയം നുറുങ്ങി ഞാൻ പാടിടുന്നു, കേൾക്കുന്നുവോ എൻ ആത്മഗതങ്ങൾ? ഹൃദയം നുറുങ്ങി ഞാൻ പാടിടുന്നു, കേൾക്കുന്നുവോ എൻ ആത്മഗതങ്ങൾ? കനലാകും നെഞ്ചിൽ തീയണയ്ക്കാനാ ഒരു വട്ടം കൂടിയൻ ചാരിയണയുമോ? തളരുമെന്നാത്മാവിൽ ഉയിരാകുവാൻ. ഒരു വട്ടം കൂടിയൻ ചാരിയണയുമോ? തളരുമെന്നാത്മാവിൽ ഉയിരാകുവാൻ. ഒരു വട്ടം കൂടി വിളക്കായി തെളിയുമോ? രാവുണരും ആത്മാവിൻ ഇരുളകറ്റാൻ. കനലാകും നെഞ്ചിൽ തീയണയ്ക്കാനായി പ്രിയനേ യേശുനാഥ നീ അരികിലെത്തുമോ? എന്നപരാധങ്ങൾ നീ പൊറുത്തിടണേ, പാപകടങ്ങൾ നീ മായ്ച്ചിടണേ. എന്നപരാധങ്ങൾ നീ പൊറുത്തിടണേ, പാപകടങ്ങൾ നീ മായ്ച്ചിടണേ. നീയല്ലാതൊരു ദൈവം ഈ ഭൂവിലില്ല, ക്ഷമിക്കുവാനും എന്നെ സ്നേഹിക്കുവാനും. കനലാകും നെഞ്ചിൽ തീയണയ്ക്കാനായി പ്രിയനേ യേശുനാഥ നീ അരികിലെത്തുമോ? ഹൃദയം നുറുങ്ങി ഞാൻ പാടിടുന്നു, കേൾക്കുന്നുവോ എൻ ആത്മഗതങ്ങൾ? കനലാകും നെഞ്ചിൽ തീയണയ്ക്കാനായി പ്രിയനേ യേശുനാഥ നീ അരികിലെത്തുമോ? പരിശുദ്ധ പാപ്പായോട് ചേർന്ന്, സഭയോട് ചേർന്ന്, സകല കർദിനാൾമാരോടും സകല മെത്രാപ്പൊലീത്തന്മാരോടും മെത്രാന്മാരോടും സകല വൈദികരോടും സകല സന്യസ്തരോടും സകല വിശ്വാസികളോടും ചേർന്ന് നിന്ന് ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ആ ത്രിത്വൈക ഈശ്വരൻ്റെ അനുഗ്രഹവും ആശീർവാദം പ്രാപിക്കുവാനായിട്ട് ഞങ്ങളെ തന്നെ ഒരുക്കുന്നു. യേശുവേ, അഭിഷേകത്തിലൂടെ ഒരു പുതിയ ചൈതന്യം പ്രാപിച്ചുകൊണ്ട് ഇന്നേ ദിവസം എന്ന് മാത്രമല്ല തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ വ്യാപരിക്കുവാനായിട്ട് ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമ്മയുടെയും സകല വിശുദ്ധരുടെയും സകല മാലാഖമാരുടെയും മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് ആ ത്രിത്വൈക ഈശ്വരൻ്റെ അനുഗ്രഹത്തിനായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്കൊരിക്കൽ കൂടി പ്രാർത്ഥനയിൽ ഒന്നായി ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവവചനത്തിൽ, ദൈവാരൂപിയിൽ
ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഒരു നിമിഷം ഓർക്കാം. പ്രത്യേകിച്ച് വചനകൂടാരത്തിൽ വലിയ കൂടാരങ്ങളിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നമുക്ക് ഓർക്കാം. അവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഗുഡ്നസ് TV അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളെയും, ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും, അവിടെ പ്രവർത്തിക്കുന്ന, അവിടെ ധ്യാനിക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു ജപമാലയെങ്കിലും ചൊല്ലി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകാം. ഒരിക്കൽ കൂടി നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളെ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.